വിശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ദൈവപിതാവിൻ്റെ സ്നേഹവാത്സല്യവും ക്രിസ്തുവിൻ്റെ കൃപാകടാക്ഷവും പരിശുദ്ധാത്മാവിൻ്റെ നിറവും നിങ്ങളിൽ സമൃദ്ധമായി ഉണ്ടാകട്ടെ. എന്തുകൊണ്ടാണ് സഹനമുണ്ടാകുന്നത്? ഒരുവൻ്റെ ആത്മീയ ജീവിതത്തെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു ചോദ്യമാണിത്. എന്തുകൊണ്ടാണ് നീതിമാന്മാർ സഹനം അനുഭവിക്കുന്നത്? സംതൃപ്തമായൊരു ഉത്തരമുണ്ടോ? വെൻ ബാഡ് തിങ്സ് ഹാപ്പൻ ടു ഗുഡ് പീപ്പിൾ എന്നൊരു പുസ്തകം വായിച്ചു. ഒരുപാട് ഉത്തരങ്ങൾ അതിലുണ്ട്. പക്ഷേ സഹിക്കുന്നവർക്ക് അതൊരാശ്വാസമാണ്. സഹനത്തെക്കുറിച്ച് നമുക്ക് പറയാം, പ്രഘോഷിക്കാൻ, കേൾക്കാം. പക്ഷേ വേദനിക്കുന്നവർ പലപ്പോഴും ഇടറിപ്പോവുകയാണ്. ഒരുപാട് നന്മ ചെയ്തിട്ടും ദൈവത്തിൻ്റെ കൽപ്പനകൾ പാലിച്ചിട്ടും വിശ്വാസം കാത്തു സൂക്ഷിച്ചിട്ടും എന്തുകൊണ്ടാണ് സഹനമുണ്ടാകുന്നത്, സങ്കടമുണ്ടാകുന്നത്? ആർക്കാ പരിപൂർണമായ ഉത്തരം നൽകാനാകുക? ഒരു സത്യമുണ്ട്, ഈ ഭൂമി ജനിക്കുന്ന എല്ലാവരും സഹനത്തിലൂടെ കടന്നു പോകുന്നുണ്ട്. ചിലർ ഒരു കടലോളം സങ്കടങ്ങൾ പേറുന്നു, ചിലർ ഒരു തുള്ളി സങ്കടം മാത്രം. പക്ഷെ എങ്കിലും എല്ലാവരും സഹിക്കുന്നുണ്ട്. സമൃദ്ധിയുടെ ജീവിതമുള്ള ധനവാനും അന്നു വേണ്ട വകപോലുമില്ലാത്ത ദരിദ്രനും അറിവിൻ്റെ ആഴമുള്ള ജ്ഞാനിയും ഒന്നുമറിയാത്ത ഭോഷനും വിശുദ്ധനും പാപിയുമൊക്കെ സഹിക്കുന്നുണ്ട്. എല്ലാവർക്കും സങ്കടമുണ്ട്, സഹനമുണ്ട്. ഈ സഹനത്തിൻ്റെ നിഗൂഢതകൾ ഓർമ്മിപ്പിക്കുന്നൊരു പുസ്തകമുണ്ട് ബൈബിളിലെ, ജോബിൻ്റെ പുസ്തകം. ഓരോ വരിയും ആഴപ്പെട്ട കവിത പോലെയാണ്. എന്തെന്നില്ലാത്തൊരു നിഗൂഢത ആ പുസ്തകത്തിനുണ്ട്. ആരെഴുതിയെന്നോ എപ്പോഴെഴുതിയെന്നോ ഒരു തെളിവും ചരിത്രപരമായിട്ടില്ല. എങ്കിലും സഹനത്തിൻ്റെ രഹസ്യം തുറന്നു തരുന്ന ഒരു കഥയാണ് അതിലുള്ളത്. ജോബിൻ്റെ ജീവിതത്തിലൂടെ സഹനത്തിൻ്റെ ഒരുപാട് ചോദ്യങ്ങൾക്ക് ഉത്തരം ദൈവം തരുന്നുണ്ട്. ജോബ് ദൈവത്തിൻ്റെ നന്മയിൽ ജീവിച്ചവനാണ്. ദൈവഭയമുള്ളവനായിരുന്നു, നിഷ്കളങ്കനായിരുന്നു, സത്യസന്ധനായിരുന്നു. എന്നിട്ടും സഹിച്ചു. അവൻ്റെ സഹനത്തിലൂടെ സഹിക്കുന്ന മനുഷ്യർക്കുള്ളൊരു ഉത്തരം ദൈവം പറയുകയാണ്. എന്തുകൊണ്ടാണ് നീതിമാന്മാർ സഹിക്കുന്നതെന്ന ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം ആദ്യമേ തന്നെ ആ പുസ്തകത്തിൽ നാം കാണുന്നുണ്ട്. പിശാച് ദൈവത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ട് പറയുന്നു, നിന്നെ ജോബ് സ്തുതിക്കുന്നത് അവൻ്റെ ജീവിതത്തിന് ചുറ്റും നീ സംരക്ഷണത്തിൻ്റെ കവചം കൊടുത്തത് കൊണ്ടാണ്. അവൻ്റെ ജീവിതത്തിൽ വേദന ഉണ്ടായാൽ നിന്നെ സ്തുതിച്ച് അധികം നാവ് കൊണ്ട് തന്നെ അവൻ നിന്നെ തള്ളിപ്പറയും. സത്യം, എല്ലാവരുടെ ഉള്ളിലുള്ളൊരു സംശയം തന്നെയാണ്. ദൈവം അനുഗ്രഹിക്കുന്നത് കൊണ്ട് ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവ സൗഭാഗ്യം നൽകുന്നത് കൊണ്ട് ദൈവത്തെ നന്മയിൽ ജീവിക്കുന്നു. അങ്ങനെയുള്ള ഒരാളാണോ ജോബ്? അങ്ങനെയുള്ളവർ മാത്രമാണ് വിശ്വാസ സമൂഹം. അപ്പോൾ ദൈവത്തിൻ്റെ കടമയാണ് അങ്ങനെയുള്ളവർ മാത്രമല്ല, സംഘർഷങ്ങളും വേദനകളും ദുഃഖങ്ങളും ഉള്ളവരും ദൈവത്തെ വിശ്വസിക്കുന്നുണ്ട്, ദൈവത്തെ വാഴ്ത്തുന്നുണ്ടെന്ന് തെളിയിക്കാൻ. ദൈവത്തിന് ജോബിൻ്റെ വിശ്വാസത്തിൽ ഉറപ്പായിരുന്നു. ആ വിശ്വാസത്തിൻ്റെ ധൈര്യത്തിലാണ് പിശാചിന് അനുവാദം കൊടുക്കുന്നത് പരീക്ഷിക്കുവാൻ ജോബിനെ. ജോബെങ്ങാനും ആ വേദനയുടെ മധ്യേ ദൈവത്തെ തള്ളി പറഞ്ഞിരുന്നുവെങ്കിൽ തോൽക്കുന്നത് ജോബല്ല, ദൈവം തന്നെയാണ്. എന്തുകൊണ്ടോ ജോബ് വിശ്വസ്തത കാണിച്ചു. വേദനയുടെ മധ്യേ, തിക്താനുടെ മധ്യേ ഒറ്റ ദിവസം കൊണ്ട് അവനെല്ലാം നഷ്ടപ്പെട്ടെന്ന് ഓർക്കണം. അവൻ്റെ സമ്പത്ത്, അവൻ്റെ മക്കൾ, അവൻ്റെ ആരോഗ്യം പോലും. പക്ഷേ വേദനയുടെ മധ്യം നിന്നുകൊണ്ട് ജോബ് പറഞ്ഞതെന്താ? എൻ്റെ സേവനകാലം തീർന്ന് എൻ്റെ മോചനത്തിൻ്റെ നാൾ വരെ ഞാൻ കാത്തിരിക്കും. ജോബിൻ്റെ പുസ്തകം 14-ാം അധ്യായം 14-ാം വാക്യം. എൻ്റെ സേവനകാലം തീർന്ന് എൻ്റെ മോചനത്തിൻ്റെ നാൾ വരെ ഞാൻ കാത്തിരിക്കുമെന്ന്. സങ്കടങ്ങൾ പല വിധത്തിൽ വരും, പല പല കാരണങ്ങൾ കൊണ്ട്. ദൈവം സ്നേഹത്തോടെയാണ് നമുക്ക് സങ്കടങ്ങൾ തരുന്നതെങ്കിൽ കാത്തിരുന്നാൽ ദൈവം അത് നന്മയാക്കി മാറ്റും. എന്തുകൊണ്ടാണ് മാനവരാശി സഹിക്കുന്നത്? പല കാരണങ്ങൾ കൊണ്ടാണ്. ചിലപ്പോൾ പാപം ചെയ്യുമ്പോൾ സഹനം വരും. കായലിനെ ഓർക്കുക, അപ്പം പാപം ചെയ്തു, സ്വന്തം സഹോദരൻ്റെ ഘാതകനായിട്ട് മാറി. അതോടെ ദൈവം പറഞ്ഞു, ഭൂമി അലഞ്ഞു തിരിയുന്ന മനുഷ്യനായിട്ട് നീ മാറുമെന്ന്.
കായൻ്റെ ജീവിതത്തിൽ അലച്ചിലിൻ്റെ സഹനം വന്നത് അവൻ പാപം ചെയ്തുകൊണ്ടാണ്. ചിലപ്പോൾ ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നത് മൂലം സഹനമുണ്ടാകും. യോനാ പ്രവാചകൻ അങ്ങനെയായിരുന്നു. ദൈവം പറഞ്ഞു നിനേവയോട് പോയി വചനം പ്രഘോഷിക്കാൻ. അവൻ താസൂസിലേക്ക് കപ്പൽ കയറി. ആ കപ്പൽ കലുഷിതമായ കടലിൽ പെട്ടുപോയി. അവൻ്റെ ജീവിതത്തിൽ അപകടങ്ങൾ വന്നു, സഹനങ്ങൾ വന്നു. കാരണം ദൈവത്തിന് അകന്നു പോയത് കൊണ്ടാണ്. ചിലപ്പോൾ അകന്നു പോയി ഒരാൾ തിരിച്ചു വരാനും സഹനം വരും. ദൗത്യബുദ്ധൻ അങ്ങനെയല്ലേ? പിതാവിൻ്റെ സ്നേഹം മറന്ന് അകന്നുപോയി സ്വാർത്ഥനായി ജീവിച്ചു. എന്ന ക്ഷാമകാലത്ത് അവനെല്ലാം നഷ്ടപ്പെട്ട് സഹനങ്ങൾ വന്നപ്പോൾ തിരിച്ചു വരുവാൻ അവനൊരു പ്രചോദനം കിട്ടിയത്. പിതാവിൻ്റെ ഭവനത്തെക്കുറിച്ചും അവിടുത്തെ സമ്മതിയെക്കുറിച്ചുമുള്ള ബോധം കിട്ടി തിരിച്ചു വരുവാൻ അവന് മനസ്സുണ്ടായത് അവൻ്റെ ക്ഷാമകാലത്താണ്. അതെ, പല വിധത്തിൽ സഹനമുണ്ടാകും. പാപം മൂലം ദൈവത്തിന് അകന്നു പോകുമ്പോൾ ദൈവത്തിലേക്ക് തിരികെ വരാനൊക്കെ. എന്നാൽ അപൂർവം ചിലർക്ക് ദൈവം സ്നേഹത്തോടെ സഹനം കൊടുക്കും. അത് അവർക്കുള്ളിലുള്ള നന്മ പുറത്തു വരാനാണ്. ജോബിന് അങ്ങനെയാണ് ഒരു സഹനം കിട്ടിയത്. ആ സഹനം അവൻ്റെ ഉള്ളിലെ നന്മ പുറത്തു വരാനാണ്. അതുകൊണ്ടാണ് അവൻ കാത്തിരുന്നത്. എൻ്റെ സേവനകാലം തീർന്ന് മോചനത്തിൻ്റെ നാൾ വരെ ഞാൻ കാത്തിരിക്കുമെന്നവൻ പറഞ്ഞത്. ഒടുവിൽ അങ്ങനെ തന്നെ സംഭവിച്ചു. നഷ്ടപ്പെട്ടതിനൊക്കെ ഇരട്ടിയായിട്ട് അവനെ തിരികെ കിട്ടി. നമ്മൾ സഹിക്കുന്നുണ്ടെങ്കിൽ, അത് സ്നേഹത്തോട് ദൈവം നൽകിയ സഹനമാണെങ്കിൽ കാത്തിരിക്കുക. തീർച്ചയായിട്ടും ദൈവം അതൊക്കെ നന്മയാക്കി മാറ്റും. ബൈബിൾ തരുന്ന വാഗ്ദാനമാണത്. നോക്കുക, അബ്രഹാം ഒരു മകന് വേണ്ടി സ്വപ്നം കണ്ടു. ദൈവം അവന് വാഗ്ദാനം കൊടുത്തു. അവൻ്റെ 75-ാമത്തെ വയസ്സിൽ ഒരു മകനെ കിട്ടുമെന്ന്. ആകാശത്തിലെ നക്ഷത്രത്തോളം കടൽത്തീരത്തെ മൺതരിയോളം നിനക്ക് സന്തതി പരമ്പര ഉണ്ടാകുമെന്ന്. ആ പ്രതീക്ഷ അവൻ കാത്തിരുന്നു. 25 വർഷം. 100-ാം വയസ്സിൽ അവനൊരു കുഞ്ഞുണ്ടായത്. കാത്തിരിക്കാൻ അവന് മനസ്സുണ്ടായി. എന്നോർത്ത് നോക്കുക, പഴയ നിയമത്തിലെ ജോസഫ് ജീവിതം മുഴുവനും സഹനങ്ങളായിരുന്നു. സ്വന്തം സഹോദരങ്ങൾ തന്നെ അവനെ പിടിച്ച് പൊട്ടക്കിണറ്റിലിട്ടു. ഇസ്മയേൽ ഗോത്രക്കാർക്ക് വിറ്റു. ഈജിപ്തിൽ അവൻ അടിമയായി ജീവിക്കുന്നുണ്ട്, ദാസനായിട്ട് കഴിയുന്നുണ്ട്, തടവറയിൽ ജീവിക്കുന്നുണ്ട്. എല്ലാ സഹനങ്ങളിലും അവൻ പ്രതീക്ഷയോടെ കാത്തിരുന്നു. ഒരു 30 വർഷം കഴിഞ്ഞ് 30-ാം വയസ്സിലാണ് ദൈവം അവനെ സമൃദ്ധിയിലേക്ക് ഉയർത്തുന്നത്, അധികാരത്തിലേക്ക് ഉയർത്തുന്നത്. ബെത്സേദ കുളക്കരെ കാത്തിരുന്ന തളർവാത രോഗിയായിട്ട് 38 വർഷമാണ് കാത്തിരുന്നത്. അതിൻ്റെ അർത്ഥം യേശു ജനിക്കുന്നതിനും 6-7 വർഷം മുമ്പ് അവൻ അവിടെയുണ്ട് പ്രതീക്ഷയോടെ. യേശു ബെത്ലഹേമിൽ പിറന്നു. 30 വർഷം രഹസ്യമായി ജീവിച്ചു. പിന്നെ അവൻ്റെ പരസ്യജീവിത കാലയളവിലാണ് ഈ ബെത്സേദ കുളക്കരയിൽ വരുന്നത്, അവന് സൗഖ്യം കൊടുക്കുന്നത്. എല്ലാവരും കാത്തിരിക്കുക. എൻ്റെ സേവനകാലം നിന്ന് മോചനത്തിന് നാളെ വരെ നാം നമ്മുടെ സഹനങ്ങളെയൊക്കെ ദൈവം നന്മയാക്കി മാറ്റുമെന്ന് തിരിച്ചറിയാനാകണം. ഓർക്കുകയാണ് ഒരമ്മയുടെ അനുഭവം. ഒരുച്ച സമയത്ത് എന്നെ കാണാൻ വന്നതാണ്. ചെറിയൊരു വിശ്രമത്തിലായിരുന്നു. പാർലറിലുള്ള ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, അച്ഛനെ കാണാനൊരു അമ്മ വന്നിട്ടുണ്ടെന്ന്. പതിയെ ഹാബിറ്റൊക്കെ ഇട്ട് ആശ്രമത്തിൻ്റെ മുമ്പിലേക്ക് ചെന്നപ്പോഴേക്കും കാത്തിന് നമ്മ ഓടി വന്ന് എന്നെ ആലിംഗനം ചെയ്തു. എപ്പോഴും കണ്ട് പരിചയമുള്ളതുപോലെ, എന്നാൽ എനിക്ക് പരിചയം തോന്നുന്നില്ല. അമ്മ പറഞ്ഞു, അച്ഛനെ എനിക്കധികം പരിചയമൊന്നുമില്ല. ഒരു പ്രസംഗം മാത്രമേ ഞാൻ കേട്ടിട്ടുള്ളൂ. അത് കേട്ടത് കൊണ്ട് മാത്രം ആ സത്യത്തിൽ ഞാൻ ജീവിക്കുന്നത്. എനിക്കല്പം അത്ഭുതം തോന്നി. കാരണം അത്രയ്ക്ക് നല്ല വചനപ്രഘോഷണം നടത്തുന്നത് ആനുകൂല്യമൊന്നുമില്ല ഞാൻ. ആരും അത്ര നന്നായിട്ട് എന്നെക്കുറിച്ചൊന്നും പറഞ്ഞിട്ടൊന്നുമില്ല. എന്നിട്ട് ഈ അമ്മ പറയുകയാണ് അച്ഛൻ്റെ ഒരു പ്രസംഗം കേട്ടതുകൊണ്ടാണ് ജീവിക്കുന്നതെന്ന്. ആകാംക്ഷയോട് ചോദിച്ചു, എന്തുകൊണ്ടാണ് അമ്മ ഇങ്ങനെ പറയണേന്ന്. അപ്പോൾ അമ്മ പറഞ്ഞു, സ്വന്തം ജീവിതം 15 വർഷങ്ങൾക്ക് മുമ്പ് അമ്മയുടെ മകൻ അമ്മയെ തനിച്ചാക്കി പോയി കളഞ്ഞു. കഴിഞ്ഞ വർഷം അമ്മയുടെ ജീവിത പങ്കാളി മരിച്ചു. വീട്ടിലമ്മ ഒറ്റയ്ക്കാണ്. വീട്ടിലൊറ്റയ്ക്കാകുമ്പോൾ, ഏകാന്തത പെരയുമ്പോൾ, പ്രതീക്ഷിക്കാൻ ഒന്നുമില്ലാതിരിക്കുമ്പോഴും നിരാശ വരുമ്പോൾ ആത്മഹത്യ ചെയ്യാൻ തോന്നും. അമ്മയ്ക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായി, മരിക്കാമെന്ന്. അങ്ങനെ വിചാരിച്ച് വിഷം വാങ്ങാൻ അടുത്തൊരു കടയിൽ പോയതാണ്. വിഷം വാങ്ങി തിരിച്ചു വന്ന് ഞങ്ങളുടെ ആശ്രമത്തിന് മുമ്പിൽ കൂടിയാണ്. പെട്ടെന്ന് തോന്നുന്നു കുമ്പസാരിച്ചേക്കാമെന്ന്. അങ്ങനെ കുമ്പസാരിക്കാൻ വേണ്ടി ആശ്രമ ദേവാലയത്തിൽ പ്രവേശിച്ചപ്പോൾ നടന്നതൊരു കുർബാനയാണ്. കുർബാനവധി എന്തുകൊണ്ട് വചനം പ്രഘോഷിച്ചത് ഞാനാണ്. അന്ന് ഞാൻ തിരഞ്ഞെടുത്ത വിഷയം കാത്തിരിപ്പിനെ കുറിച്ചാണ്. എല്ലാവർക്കും ധൃതിയാണ്. ക്ഷമയോടെ കാത്തിരിക്കാൻ മനസ്സില്ല. ദൈവം ഇടപെടുന്ന നിമിഷം വരെ ക്ഷമയോടെ കാത്തിരിക്കുന്ന കരുത്താണ് തത്വത്തിൽ വിശ്വാസം. എന്നിട്ട് ഞാൻ അബ്രാഹത്തെക്കുറിച്ച് പറഞ്ഞു. അബ്രാഹം ഒരു മകന് വേണ്ടി കാത്തിരുന്നത് 25 വർഷം. 25 വർഷങ്ങൾക്ക് ശേഷമാണ് ദൈവം അവനൊരു മകനെ തന്നെ കൊടുത്തത്.
പ്രിയമുള്ളവർ, നിങ്ങൾക്ക് എന്തുകൊണ്ട് ഒരു ദിവസം കൂടി ക്ഷമയോടെ കാത്തിരുന്നുകൂടാ എന്ന് വെറുതെ ഞാൻ വചനം പ്രസംഗം മധ്യേ പറഞ്ഞു പോയി. പെട്ടെന്ന് കയറി വന്ന അമ്മയുടെ നെഞ്ചിലേക്കാണ് ഈ വചനം തറഞ്ഞുകൊണ്ടത്. ശരിയാ, എനിക്കും അല്പം ധൃതിയായിപ്പോയി. ഞാൻ ക്ഷമയോടെ കാത്തിരിക്കുമെന്ന് പറഞ്ഞ അമ്മ വീട്ടിലേക്ക് പോയി. വിഷം എവിടെയോ വലിച്ചെറിഞ്ഞു. വീട്ടിലെത്തിയപ്പോൾ വീടിൻ്റെ വരാന്തയിൽ ഒരു കത്ത് കിടക്കണം. സ്വന്തം മകൻ്റെ കത്താണ്. 15 വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ഉപേക്ഷിച്ച് പോയ മകൻ്റെ കത്ത്. അമ്മയെ ക്ഷമിക്കും, എനിക്കൊരു അപരാധം പറ്റി, ഞാനതിനെക്കുറിച്ച് ഓർത്ത് മനസ്സപിക്കുന്നു, ഉടനെ ഞാൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷ ഉണർത്തുന്ന കത്ത്. ആ കത്തുമായിട്ടാണ് അമ്മ എന്നെ കാണാൻ വന്നത്. നോക്കുക, അമ്മ ഒരു ദിവസം കൂടി കാത്തിരുന്നു കൊണ്ട് നഷ്ടപ്പെട്ട മകനെ തിരികെ കിട്ടിയില്ലേ. സ്വന്തം ജീവിതവും കാത്തിരിക്കണമെന്ന ജോബിൻ്റെ പുസ്തകം പറയുന്നത്. എൻ്റെ സേവനകാലം തീർന്ന മോചനത്തിൻ്റെ നാൾ വരെ ഞാൻ കാത്തിരിക്കുമെന്ന്. എല്ലാവരും കാത്തിരിക്കുക. ക്ഷമ കെട്ടുപോകുന്നവരാണ് തത്വത്തിൽ വീണു പോകുന്നത്. ഒന്നോർത്ത് നോക്കുക, ആ 10 കന്യകമാരുടെ ഉപമ. 5 പേരുടെ കൈവശം എണ്ണയുണ്ടായിരുന്നു, 5 പേരുടെ കൈവശം ഉണ്ടായിരുന്നില്ല. എന്നാൽ അവർ കാത്തിരിക്കേണ്ടവരായിരുന്നു വരൻ വരുന്ന നിമിഷം വരെ. കാത്തിരിക്കാനുള്ള ക്ഷമ നശിച്ച് 5 വിവേകശൂന്യായ കന്യകന്മാർ എണ്ണ വാങ്ങാൻ പോയപ്പോഴാണ് പ്രതീക്ഷിക്കാത്ത സമയത്ത് വരൻ വന്നത്. അതോടുകൂടി അവർക്ക് ആ മണവറ നഷ്ടപ്പെട്ടത്. കാത്തിരിക്കുക, ഒരു നാൾ വരും നമ്മുടെ കുറവുകളിലേക്ക് നിറവായിട്ട് ദൈവം. ആ കാത്തിരിപ്പിൻ്റെ കൃപയ്ക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടത്. പക്ഷെ എല്ലാവർക്കും ധൃതിയ, ഉടനെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. ഒരു രോഗി വൈദ്യൻ്റെ മുമ്പ് ടോക്കൺ എടുത്ത് കാത്തിരിക്കുമ്പോൾ രോഗത്തെക്കാളേറെ അവനെ വിഷമിക്കുന്നത് ഈ ടോക്കൺ നമ്മൾ വേഗം പൂർത്തിയാക്കാൻ വേണ്ടിയ അവൻ ആകാംക്ഷയാണ്. ഉപസാരിക്കാൻ വരുന്ന പാവി ഉപസാരക്കൂട്ടിലേക്ക് എത്താനുള്ള ധൃതിയിലാണ്. എല്ലാവർക്കും ഉടനെ കാര്യങ്ങൾ സാധിച്ചു കിട്ടണം. ഇന്ന് ആധുനിക വൈദ്യന്മാർ കണ്ടെത്തിയൊരു പുതിയ രോഗമുണ്ട്. അതിൻ്റെ പേര് ഹറി സിക്നസ് എന്ന ധൃതി എന്ന രോഗം. എല്ലാവർക്കും ധൃതിയാണ്. ഒരുപാട് ഹൃദയ സംബന്ധമായ രോഗങ്ങൾ ഇന്ന് പടരാൻ കാരണമെന്താ? ഈ ധൃതി എന്ന രോഗമുള്ളത് കൊണ്ടാണ്. ധൃതി മൂലം, നമ്മുടെ തിരക്ക് മൂലം ഹൃദയം അതിൻ്റെ പവറിൽ രക്തം പമ്പ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ ഹൃദ്രോഗങ്ങൾ ഉണ്ടാകുന്നത്. കുറേ കൂടി ക്ഷമയോടെ കാത്തിരിക്കാൻ നമുക്ക് കഴിയണമെന്ന ബൈബിൾ നമ്മൾ ഓർമ്മിപ്പിക്കുന്നത്. എന്നിട്ട് നമുക്ക് ധൃതി തന്നെ. ഒന്ന് ഓർത്ത് നോക്കുക, എത്ര വേഗത്തിലാണ് നാം വാഹനം ഓടിക്കുന്നത്. ഉടനെ നമുക്ക് ജോലി സ്ഥലത്തെത്തണം, വീട്ടിലെത്തണം, കാര്യങ്ങൾ സാധിക്കണം. എത്രയൊക്കെ സ്പീഡ് നാം വണ്ടി ഓടിച്ചാലും ഒരു സ്ഥലത്ത് നമ്മൾ വണ്ടി നിർത്തിയിടണം. അത് ട്രാഫിക് ലൈറ്റിൻ്റെ മുമ്പിലാണ്. ചുവന്ന ലൈറ്റ് പച്ചയാകുന്നത് വരെ നാം കാത്തിരിക്കും. കണക്കുകൾ പറയുന്ന ഒരുവൻ്റെ ആയുസ്സിൽ 6 മാസത്തോളം അവൻ അങ്ങനെ കാത്തു കിടപ്പുണ്ടെന്നാണ്. തീർന്നില്ല. ചുവന്ന ലൈറ്റ് പച്ചയായി ഉടനെ പുറപ്പെടണം. അടുത്ത സെക്കൻഡ് മുമ്പിലുള്ള വണ്ടി പുറപ്പെട്ടില്ല എങ്കിൽ പിന്നീടുള്ള നമുക്ക് അസ്വസ്ഥതയാണ്. അതാണ് ധൃതിയുടെ അടയാളം. എല്ലാവർക്കും ധൃതിയാണ്. പക്ഷേ ദൈവം പറയുന്നു, നിങ്ങൾ ധൃതിപ്പെടുന്ന സമയത്തൊന്നും ദൈവം നിങ്ങളുടെ സഹനങ്ങൾ എടുത്ത് മാറ്റില്ല. കാത്തിരിക്കാൻ കഴിയണം. അവനിഷ്ടപ്പെട്ട സമയം വരെ ക്ഷമയോടെ കാത്തിരിക്കണം. ജോബ് കാത്തിരുന്നു. ഒടുവിൽ അവൻ്റെ ജീവിതത്തിലേക്ക് ദൈവം വന്നു. ഒന്ന് ഓർത്ത് നോക്കുക, യേശു സ്നേഹിച്ച ലാസർ മരണക്കിടക്കയിലായപ്പോഴും അവൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ യേശുവിൻ്റെ അടുത്തേക്കൊരു സന്ദേശം അയക്കുന്നുണ്ട്. നിൻ്റെ സ്നേഹിതൻ മരണക്കിടക്കയിൽ വേഗം വരണം. യേശു പോയില്ല. വചനം പറയുന്നു 2 ദിവസം വൈകിയാണ് യേശു ബദനിയായിലെ ലാസറിൻ്റെ ഭവനത്തിലേക്ക് പോയെന്ന. അപ്പോഴേക്കും അവൻ മരണപ്പെട്ടു. അവനെ അവർ അടക്കം ചെയ്തു. കുഴിമാടത്തിന് മുമ്പിലേക്ക് യേശു കടന്നു വന്നപ്പോഴേക്കും എല്ലാവർക്കും യേശു വൈകി വന്ന അതിഥിയായിരുന്നു. എന്നാൽ യേശുവിനറിയാമായിരുന്നു, നിങ്ങൾ ആഗ്രഹിക്കുന്ന സമയത്തല്ല, ദൈവം ആഗ്രഹിക്കുന്ന സമയത്താണ് ഞാൻ വന്നിരിക്കുന്നത്. എന്നിട്ട് ആ കുഴിമാടത്തിന് മുമ്പിൽ വന്നിട്ട് യേശു പറഞ്ഞു, ലാസറെ പുറത്ത് വരാൻ. അവൻ പുറത്തു വന്നു. നോക്കുക, ഒരുപാട് സങ്കടങ്ങളിലൂടെ ജോബ് കടന്നുപോയി. മരണത്തിൻ്റെ വക്കോളം എത്തി. എങ്കിലും നിരാശപ്പെടാതെ ജോബ് പറഞ്ഞു, എൻ്റെ സേവനകാലം തീർന്നെൻ്റെ മോചനത്തിന് നാൾ വരെ ഞാൻ കാത്തിരിക്കുമെന്ന് അവൻ കാത്തിരുന്നു. അതുകൊണ്ട് ദൈവം കടന്നു വന്നു, നഷ്ടപ്പെട്ടതിന് ഇരട്ടിയായിട്ട് അവന് കൊടുത്തു. സത്യം പറഞ്ഞാൽ സഹിക്കുന്ന എല്ലാവരുടെ ഉള്ളിലും ജോബുണ്ട്. എന്നാൽ ജോബ് എന്നത് യേശു എന്ന സഹനപുത്രൻ്റെ ഒരു പ്രതീകം മാത്രമാണ്. എല്ലാവർക്കും ഉള്ളിലും സത്യമായിട്ടുമുള്ളത് യേശു തന്നെയാണ്. നീതിമാന്മാർ സഹിക്കുമ്പോൾ അവർക്കുള്ളിൽ ഒളിച്ചിരിക്കുന്നവൻ്റെ പേരാണ് യേശു. ഒന്ന് ഓർത്ത് നോക്കുക, ജോബും യേശുവും തമ്മിലുള്ള ബന്ധമെന്താ? ഒരുപാട് വ്യത്യസ്തതകളുണ്ട്. അതിനുള്ളിൽ ഒരുപാട് സാമ്യങ്ങളുണ്ട്. ജോബ് സമ്പന്നനാണ്,
ഊസ് ദേശത്തിലെ പൗരസ്യ ദേശത്തെ ഏറ്റവും സമ്പന്നനായ മനുഷ്യൻ. ബൈബിൾ പറയുന്നത് അവന് 7000-ഓളം ആടുകളുണ്ടായിരുന്ന, 3000-ഓളം ഒട്ടകങ്ങൾ, 500 ജോഡി കാളകൾ, 500 പെൺകഴുതകൾ, അസംഖ്യം ദാസ്യദാസന്മാർ. യേശു ദരിദ്രനായിട്ട് കാലിത്തൊഴുത്തിലാണ് പറഞ്ഞത്. പൗരസ്യ ദേശത്തു നിന്നും ജ്ഞാനികൾ വന്ന് അവൻ്റെ മുമ്പിൽ കാഴ്ചകൾ സമർപ്പിക്കുന്നുണ്ട്. ഒരാട്ടിൻ തൊഴുത്തിലാണ് അവൻ പറഞ്ഞത്. ജീവിതത്തിൽ എപ്പോഴും അവനൊരു കഴുതപ്പുറത്ത് കയറിയെന്ന് മാത്രം. ഇതൊക്കെ വ്യത്യസ്തതകളാണ്, പക്ഷേ അവർക്കുള്ള ഒരുപാട് സാമ്യങ്ങളുണ്ട്. ജോബിനെക്കുറിച്ച് ദൈവം എന്താ പറഞ്ഞത്? ദൈവം പറഞ്ഞു, ഇവൻ ദൈവഭയമുള്ളവനാ, സത്യസന്ധന, നീതിമാന, നിഷ്കളങ്കന. ദൈവം കൊടുത്ത അനുമോദന വാക്ക. ഇതുപോലെ തന്നെ ദൈവപിതാവ് യേശുവിനെ നോക്കി പറഞ്ഞ ജോർദാൻ നദി തീരത്ത് ഇവൻ എൻ്റെ പ്രിയപുത്രനെന്ന്. ജോബിനെ പുകഴ്ത്തിയത് അവൻ്റെ ഭാര്യയോ മക്കളോ ദാസ്യദാസന്മാരോ ഒന്നുമല്ല, ദൈവമാണ്. യേശുവിനെ പുകഴ്ത്തിയത് പരിശുദ്ധ മാതാവ്, പിതാവ്, ശിഷ്യന്മാരൊന്നുമല്ല, ദൈവപിതാവാണ്. ഈ അനുമോദന വാക്കുകൾക്ക് ശേഷം എന്ത് സംഭവിച്ചു? 2 പേരും ഒരു പരീക്ഷണത്തിലേക്ക് കടന്നു പോവുകയാണ്. ജോബിന് 3 പരീക്ഷണങ്ങളുണ്ടായി. അവൻ്റെ സമ്പത്തുകൾ കവർന്നെടുത്തു, അവൻ്റെ മക്കൾ കൊല്ലപ്പെട്ടു, ഒടുവിൽ അവൻ്റെ ശരീരം രോഗം കൊണ്ട് നിറഞ്ഞു. 3 പരീക്ഷണങ്ങൾ. ഇതുപോലെ തന്നെ യേശുവും മരുഭൂമിയിൽ 3 പരീക്ഷണങ്ങൾ കടന്നുപോയി. കല്ലിനെ അപ്പമാക്കാൻ, ദേവാലയഗോപുരത്തിൽ നിന്ന് ചാടി അത്ഭുതം ചെയ്യാൻ, പിശാചിനെ ആരാധിക്കാൻ. 3 പരീക്ഷണങ്ങളെയും 2 പേരും നേരിട്ട് വിജയിച്ചു. നോക്കുക, സകലങ്ങളുടെ മധ്യേ ജോബിൻ്റെ ഭാര്യ പറഞ്ഞത് എന്താ? നീ ഇനിയും ദൈവത്തെ ഭയപ്പെടുകയോ? ശപിച്ച് മരിക്കാൻ നിരുത്സാഹപ്പെടുത്തി. ഇതുപോലെ തന്നെ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകാൻ യേശു ആഗ്രഹിച്ചപ്പോൾ പത്രോസ് നിരുത്സാഹപ്പെടുത്തിയിട്ട് പറഞ്ഞു, നിനക്കത് സംഭവിക്കാതിരിക്കട്ടെ. തീർന്നില്ല. ജോബിൻ്റെ ആ സഹനകാലത്ത് അവനോടൊപ്പം 3 സുഹൃത്തുക്കളുണ്ടായെന്നാണ് പറയുന്നത്. എലിഫാസ്, ബിൽദാദ്, സോഫ. 7 ദിവസം മൗനമായി നിന്നുകൊണ്ട് അവർ അവനെ ആശ്വസിപ്പിച്ചുവെന്ന ജോബിൻ്റെ പുസ്തകം പറയുന്നത്. ഇതുപോലെ തന്നെ യേശു ഒരുപാട് വേദനിച്ച ഗെത്സമനിയിൽ യേശുവിൻ്റെ കൂടെ 3 ശിഷ്യന്മാരുണ്ടാകുന്ന പ്രിയപ്പെട്ട സ്നേഹിതർ, പത്രോസും യോഹന്നാനും യാക്കോബും. എന്നിട്ടും വേദനയുടെ മധ്യ ഒരു നിമിഷം ജോബിൻ്റെ വിശ്വാസം കെട്ടുപോകുന്നുണ്ട്. അവൻ പറയുന്നുണ്ട്, ഞാൻ കിഴക്കോട്ട് നോക്കി ദൈവത്തെ കണ്ടില്ല, പടിഞ്ഞാറോട്ട് നോക്കി ദൈവത്തെ കണ്ടില്ല, ദൈവം നിശബ്ദനായിരിക്കുന്നുവെന്ന്. ഇതേ വേദന യേശുവിനും ഉണ്ടാകുന്നുണ്ട് കുരിശിൽ. എന്തുകൊണ്ട് ദൈവമേ നീ എന്നെ ഉപേക്ഷിച്ചുവെന്ന് അവനും ഏറ്റു പറയുന്നുണ്ട്. എന്നാൽ ഈ സഹനങ്ങളുടെ ഇരുട്ടിന് ശേഷം അവർ പ്രകാശത്തിലേക്ക് വരുന്നു. ജോബ് പറഞ്ഞു, ഞാൻ നിസ്സാരനാണ്, ഞാൻ വാപത്തുന്നു, ഇനി ഞാനൊരു ചോദ്യവും ചെയ്യില്ല എന്ന്. ദൈവത്തിന് അവൻ കീഴടങ്ങി. യേശുവും അങ്ങനെ തന്നെ. അവൻ പറഞ്ഞു, എൻ്റെ ആത്മാവിന് നിൻ്റെ കരങ്ങളിൽ ഞാൻ സമർപ്പിക്കുന്നുവെന്ന്. ജോബ് മരിച്ചില്ല. സഹനത്തിൻ്റെ ഏറ്റവും അവസാന പരീക്ഷണം മരണമാണ്. അത് അതിജീവിക്കുവാനായിട്ട് ജോബിന് സാധിച്ചു. മരണത്തിലേക്ക് പോകേണ്ടി വന്നില്ല. എന്നാൽ യേശു മരണത്തോളം കടന്നുപോയി. ജോബിനാകട്ടെ നഷ്ടപ്പെട്ടതൊക്കെ ഇരട്ടിയായിട്ടാണ് കിട്ടിയത്. യേശുവിനാകട്ടെ യേശു പറഞ്ഞ ഭാഷയിൽ 60, 80, 100 മേനിയായിട്ടാണ് തിരികെ കിട്ടിയത്. അവൻ്റെ മരണത്തിലൂടെ അനേകർ വീണ്ടെടുക്കപ്പെട്ടു. ലോകം മുഴുവനും നവീകരിക്കപ്പെട്ടു. ജോബിനെ നോക്കിയിട്ട് അവൻ്റെ സ്നേഹിതരുമായിട്ട് ദൈവം അവസാനം പറയുന്നുണ്ട്, നിങ്ങൾക്ക് വേണ്ടി ജോബ് പ്രാർത്ഥിക്കും, നിങ്ങളുടെ ദോഷത്തിന് അങ്ങനെ ശിക്ഷ കിട്ടിയില്ല ഇവൻ്റെ പ്രാർത്ഥന കൊണ്ട്. സത്യത്തിൽ യേശുവിൻ്റെ പരിഹാര ബലിയിലൂടെ മാനവരാശിയുടെ മുഴുവനും പാപങ്ങൾക്കുള്ള പൊറുതിയാണ് യേശു ചെയ്തത്. സത്യത്തിൽ യേശുവിൻ്റെ നിഴലായിട്ട് ജോബുണ്ട്. സഹിക്കുന്ന എല്ലാ മനുഷ്യരുടെ ഉള്ളിലും ക്രിസ്തുവുണ്ട് എന്നൊരു തിരിച്ചറിവിന് വെട്ടം നമുക്ക് വേണം. ആ ഒരു വെട്ടം ഫ്രാൻസിസ് അസീസിക്കുണ്ടായിരുന്നു. ജീവിതത്തിൽ നിന്ന് കിട്ടുന്നൊരു പ്രകാശം ഞാൻ പറയാം. വഴിയിലൂടെ കടന്നു പോയപ്പോൾ ഫ്രാൻസിസ് അസീസി ഒരു കുഷ്ഠരോഗിയെ കണ്ടു. ദൈവത്തിൻ്റെ സ്നേഹം ഉള്ളിലുണ്ടായിരുന്നു കൊണ്ട് അവൻ്റെ മുറിവുകളിൽ ചുംബിച്ചു. കൈകളെ ചുംബിച്ചപ്പോൾ സൗഖ്യപ്പെടുന്നു, കാലുകൾ ചുംബിച്ചപ്പോൾ സൗഖ്യപ്പെടുന്നു. എന്നാൽ അവസാനം അവശേഷിച്ചത് 5 മുറികൾ. 2 കരങ്ങളിൽ, 2 പാദങ്ങളിൽ, പിന്നെ നെഞ്ചിൽ. ആ നിമിഷമാണ് ഫ്രാൻസിസ് അസീസിക്ക് മനസ്സിലായത്, തൻ്റെ അടുത്തേക്ക് വന്ന മുറിവേറ്റ മനുഷ്യൻ ക്രിസ്തുവാണെന്ന്. മുട്ടിമെന്നുകൊണ്ട് അവൻ പറഞ്ഞു, ആരൊക്കെ മുറിവേക്കപ്പെടുന്നുണ്ടോ അവർക്കുള്ളിൽ ക്രിസ്തു ഉണ്ടെന്ന്. ഇതൊരു തിരിച്ചറിവാണ്. ഈ ഭൂമിയിൽ നീതിയുടെ പേരിൽ, നന്മയുടെ പേരിൽ സഹിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കുള്ളിൽ ക്രിസ്തുവുണ്ട്. ചിലർക്ക് മാത്രം ക്രിസ്തു സ്നേഹത്തോടെ സഹനം തരും. ആ സഹനം സ്വീകരിക്കുക. നമുക്കുള്ളിലുള്ള നന്മ പുറത്തു വരട്ടെ. ആ കൃപയ്ക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ
ആമേൻ.